ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നിലവിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു ലിസ്റ്റ് നിലവിൽ വാലിഡ് ആയിട്ടുണ്ട്. ഈ വർഷം ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള ഒരു ലിസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ആ ഒരു ലിസ്റ്റ് നിലവിലുണ്ട്. എന്നാൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഉടൻ വരാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അത്തരത്തിലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് പ്രെഡിക്റ്റ് ചെയ്തതാണ്. സാധാരണയായിട്ട് ഒരു എക്സാമിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യാറുണ്ട്, അടുത്ത ലിസ്റ്റിന് വേണ്ടിയിട്ടല്ലേ, അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ആ രീതിയിൽ നോട്ടിഫിക്കേഷൻ ഉടൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1, അതേപോലെ ഇലക്ട്രീഷ്യൻ പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം കൂടി ഉടൻ വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. യെസ്, ആ ന്യൂസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തുടങ്ങുവാണേ. അപ്പം ഈ രീതിയിൽ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയായിരുന്നു. 33 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ്. നിലവിൽ കേരള PSC 2024 എക്സാമിനേഷൻ കലണ്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിലവിൽ പുതിയ പരീക്ഷകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എക്സാം കലണ്ടർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം അടുത്ത മാസം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ മിക്കവാറും അടുത്ത മാസങ്ങളിലായിട്ട് തന്നെ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വരുന്നു, ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു വാർത്ത നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് അതൊന്ന് മാത്രം നോക്കിയാലോ. യെസ്, 33 തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചു. നമുക്ക് ഏതൊക്കെയാണ് വേണ്ടി വരിക? ഇലക്ട്രിക്കൽ കാറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? യെസ്, ഇവിടെയാണ് കേട്ടോ. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് ഏതൊരു ഡിഗ്രി ഉള്ള ആൾക്കും കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഏത് BTech ഏത് സ്ട്രീമിലും ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ജല അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ. കണ്ടോ, വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1 പോസ്റ്റാണ്. ഇലക്ട്രിക്കലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനും വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ്. ദെൻ വേറെ ഇലക്ട്രിക്കൽ പോസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ് കേട്ടോ. ജില്ലാ തല ജനറൽ റിക്രൂട്ട്മെൻറ്റ്, ഡിസ്ട്രിക്റ്റ് വൈസ് ചില റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാവാറില്ലേ, അതേപോലെ ആരോഗ്യ വകുപ്പിൽ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ കൃഷി വകുപ്പിൽ ഇലക്ട്രീഷ്യൻ. കണ്ടോ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. കൃഷി വകുപ്പുകളിൽ ഇലക്ട്രീഷ്യൻ. കണ്ടോ, ഇലക്ട്രീഷ്യൻ തസ്തിക വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഏതൊക്കെ ഡിസ്ട്രിക്റ്റാണുള്ളത്? പാലക്കാട്, മലപ്പുറം, കണ്ണൂർ കേട്ടോ. ITI പോസ്റ്റ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത മാസം തന്നെ മിക്കവാറും നമ്മുടെ PSC തുളസി പ്രൊഫൈലിൽ ഇതേപോലെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. മിക്കവാറും നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. യെസ്, കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് ആണ് കേട്ടോ. ഇത് 8/12/2021 8/12/2021 ലിസ്റ്റ് നിലവിൽ വന്നു. അതിൻ്റെ വാലിഡിറ്റി എത്ര വരെ ഉണ്ടാവുക? യെസ്, 7/12/2024 വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. 3 വർഷമായിരിക്കും കേട്ടോ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. 2024 ഡിസംബർ 8 കൂടിയിട്ട് അതിൻ്റെ വാലിഡിറ്റി തീരും. അതിനുശേഷം പുതിയതായിട്ട് വരുന്ന ഓരോ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഏത് രീതിയിലായിരിക്കും? പുതിയ എക്സാമിൽ നിന്നായിരിക്കും, പുതിയ എക്സാമിൻ്റെ ലിസ്റ്റിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ടോട്ടൽ അഡ്വൈസ് എത്ര പോയിട്ടുണ്ട്? 57ഓളം അഡ്വൈസുകൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിലവിൽ ഉള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ദെൻ അതിൻ്റെ സിലബസ് എങ്ങനെയായിരുന്നു? യെസ്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഏതൊരു BTech യോഗ്യതയുള്ള ആൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. കണ്ടോ, ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു
ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് എല്ലാ ബിടെക്കുകാർക്കും, എല്ലാ ബിടെക് അല്ലെങ്കിൽ ബിടെക് BE-കാർക്കും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പം വളരെ നല്ലൊരു പോസ്റ്റാണ്. ഏതൊരു ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റാണ്. വളരെ സുവർണാവസരമായിട്ട് ഇതിനെ കണക്കാക്കുക. സോ അതിൻ്റെ സിലബസ് ഈ രീതിയിലായിരിക്കും കേട്ടോ. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന രീതിയിലുള്ള 100 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ഇത് കഴിഞ്ഞ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. 125/2018 നടന്നിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. 100 മാർക്കിന്റെ 1.25 മണിക്കൂറുള്ള ഒരു ടെക്നിക്കൽ എക്സാം. നമുക്ക് ഇപ്രാവശ്യം ഒരു 90 മിനിറ്റോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? പുതിയ ടെക്നിക്കൽ പരീക്ഷകൾക്കൊക്കെ 90 മിനിറ്റാണ് ടൈം വരുന്നത് അല്ലേ. യെസ്, OMR പരീക്ഷ തന്നെയായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും പരീക്ഷ വരുന്നുണ്ടാവുക. ദെൻ കണ്ടോ, കഴിഞ്ഞ ലിസ്റ്റ് എഫക്റ്റീവ് ഫ്രം 8/12/2021, അതിന്റെ വാലിഡിറ്റി തീരാൻ വേണ്ടി പോവുകയാണ് ഈ വർഷം ഡിസംബറിൽ. പിന്നെ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ വളരെ നല്ല മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ളത് അല്ലേ. യെസ്, ഈ പറയുന്ന വർഷം തന്നെ വരാൻ വേണ്ടി പോകുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റും ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അത് ഈ പോസ്റ്റിന്റെ മുകളിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഈ പോസ്റ്റിന്റെ മുകളിൽ വരുന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? യെസ്, അത് ഈ ഒരു എക്സാമിന് കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. യെസ്. ദെൻ കഴിഞ്ഞ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ദെൻ അതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ക്വാളിഫിക്കേഷൻ എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലേ. ദെൻ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ കാറ്റഗറി നമ്പർ, ദെൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ. ദെൻ എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ടോ 3/12/2019. അതിന്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, ഷോർട്ട് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ്, ദെൻ റാങ്ക് ലിസ്റ്റ്, ദെൻ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേക്കൻസികളൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കണ്ടോ, നിങ്ങൾ കണ്ടോ 2023 തന്നെ എത്ര വേക്കൻസികൾ വന്നു കണ്ടോ. 2023 വേക്കൻസികൾ ഇതായിരുന്നു, 2022 വേക്കൻസികളാണ്. ഇനി 2024 വരുന്ന വേക്കൻസികളും എന്ത് ചെയ്യപ്പെടും? ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ, നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ അവർ വേക്കൻസികൾ ഫില്ല് ചെയ്യും. അതിനുശേഷം വരുന്നത് നമ്മുടെ പുതുതായിട്ട് നടക്കുന്ന പരീക്ഷയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത മാസം നമുക്കൊന്ന് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ. എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക കേട്ടോ. നിലവിൽ ട്രേഡ്സ്മാൻ എക്സാം അടുത്ത മാസം വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു ക്ലാസ് പോലെ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ട് ഞാൻ അതിന്റെ പ്ലേ ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിലവിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം, കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളിൽ ഏതൊക്കെയുണ്ട്? യെസ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ട്. അത് കൂടാതെ വാട്ടർ അതോറിറ്റിയിൽ, ജല അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1, ഇതിന്റെ വേക്കൻസികൾ വളരെ കുറച്ചേ ഉണ്ടാവും കേട്ടോ. ഓക്കെ, വളരെ ചെറിയ വേക്കൻസികൾ ഉണ്ടാവും. പക്ഷെ എന്നാൽ എന്താണ്, ഗ്രേഡ് 1 പോസ്റ്റ് ആണ്. എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. പിന്നെ അതേപോലെ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്. ITI ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണയായിട്ട് എപ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇലക്ട്രീഷ്യൻ പരീക്ഷകൾ വരാറുണ്ട്. അപ്പം ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത പരീക്ഷയ്ക്ക് ആ ഒരു പഠനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഒരിക്കലും നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ലിസ്റ്റിൽ വരുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഇതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം അതിന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്